നമ്മളോടൊപ്പം ഇപ്പോൾ ഫാദർ ഡോക്ടർ സണ്ണി അബ്രഹാം പടിഞ്ഞാറേടത്ത് പടി സെന്റ് ജോസഫ് ഷ്രൈനിൽ നിന്നുള്ള അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ ഈ പ്രദേശത്തേക്ക് ഒരുപാട് പ്രാവശ്യം സന്ദർശിച്ചതാണ്. ഫാദർ എങ്ങനെയാണ് അവിടെ കണ്ടപ്പോൾ ഫാദറിന് തോന്നിയത്? കാരണം ഗവൺമെന്റ് പറഞ്ഞിരുന്നു, പല പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയതാണ്, അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു, പല പ്രാവശ്യം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പോയിരുന്നു, മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു, പക്ഷെ അവർ മണ്ണ് നീക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ ദുരന്തം നടന്നത് എന്ന് ഈ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പറയുന്നു. അതേസമയം കമ്പനി പറയുന്നു ഇത് പ്രകൃതി ദുരന്തമാണ് നടന്നത് എന്ന് കമ്പനിയും പറയുന്നു. ഫാദറിന് എങ്ങനെയാണ് ഇത് വിലയിരുത്താൻ കഴിയുക? തോന്നിയത് എങ്ങനെയാണ്? ഇതൊരു പ്രകൃതി ദുരന്തമാണോ അതോ മനുഷ്യൻ വരുത്തി വെച്ച ദുരന്തമാണോ? ഇവിടുത്തെ മണ്ണിന്റെ ഘടനയും അതുപോലെ ഈ പ്രദേശത്തെ രീതികളും ഭൂമിശാസ്ത്രവും എല്ലാം അച്ഛൻ അറിയാവുന്നതാണല്ലോ. എങ്ങനെയാണ് വിലയിരുത്തുന്നത് അച്ഛൻ? ഈ കഴിഞ്ഞ 2 വർഷത്തോളമായി ഞാനിവിടെയുണ്ട്. മുണ്ടക്കൈ ദുരന്തം മുതൽ ഞാൻ ഈ ഇടവകയില് ശുശ്രൂഷ ചെയ്യുകയാണ്. ഇപ്പൊ ഏകദേശം നന്നായിട്ട്, അതിനു മുമ്പ് ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാ. ഇത് ഒരു 80% മനുഷ്യ നിർമ്മിത അല്ലെ മനുഷ്യ പ്രേരിതമായ ദുരന്തമെന്നാണ് ഞാൻ വിളിക്കുക. ഒരു 80%. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ തോന്നാൻ കാരണം? കാരണം ഈ മണ്ണിന്റെ ഘടന പഠിച്ചു വേണം ഇങ്ങനെ ഒരു നിർമ്മാണമെന്ന് സുപ്രീം കോടതിയുടെ 60 പോയിന്റ് കരട് രേഖകളുണ്ടെന്നാണ് എന്റെ അറിവ്. ഞാൻ കേട്ടത് അതിൽ എത്ര എണ്ണം പാലിക്കപ്പെട്ടു എന്നതിൽ സംശയമുണ്ട്. 2, ഈ മണ്ണ് ഇവിടുന്ന് എടുത്ത് എന്തിനാണ് പ്ലാസ്റ്റിക് ഇട്ട് കൂനയായിട്ട് മൂടി വെച്ചത്? അത് മാറ്റി എങ്ങോട്ടെങ്കിലും നിക്ഷേപിക്കുകയായിരുന്നെങ്കിൽ ചെറിയ തോതിൽ വന്ന മലയിടിച്ചില് ഇതിനോടുകൂടി വലുതായി പെരുപ്പിച്ചു വന്നത് ഈ മണ്ണ് കൂട്ടിയിട്ടത് കൊണ്ടാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അവിടെ പോകുന്നതാണ്, എനിക്ക് അവിടെ സബ്സ്റ്റേഷൻ ഉണ്ട്, ഞാൻ നിരന്തരമായിട്ട് പോകുന്ന റൂട്ടും കൂടിയാണത്. ഓക്കെ. അപ്പം ഇവര് പറയുന്നത് മണ്ണ് അവര് കുറച്ച് കഴിയുമ്പം ഈ മണ്ണ് അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കൊണ്ടിടാൻ വേണ്ടി മണ്ണ് അവർക്ക് തിരിച്ചു കൊണ്ടുവരണമായിരുന്നു. അതുകൊണ്ട് അവർ മണ്ണ് അവിടെ തന്നെ നിലനിർത്തുകയാണ് ചെയ്തത്. ചാല്, അതിന്റെ ഇടയിൽ കൂടി ചാല് കയറി കൊടുത്താൽ വെള്ളം പൊക്കോളും തോട്ടിലേക്ക്. അപ്പോൾ മണ്ണിടിച്ചിലിന്റെ സാധ്യതയൊന്നും ഉണ്ടാവില്ല, അപകടം ഉണ്ടാവില്ല എന്ന് ആണ് അവര് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഫാദറിന് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഇത് അങ്ങനെ ചാല് കയറി കൊടുത്താൽ വെള്ളം പോകുന്ന രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയാണോ ഇവിടെ ഉള്ളത്? ഈ വയനാട്ടിലെ മണ്ണിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? 2 കാര്യമുണ്ട് ഇതില്. ഇത് പോസ്റ്റ് ഫാക്ടും ജസ്റ്റിഫിക്കേഷൻ ഞാൻ അതിനെ വിളിക്കും, അഥവാ റാഷണലൈസിങ്. അപ്പം അത് ഇപ്പം നമ്മൾ പറയുന്ന ഒരു ചെറിയ കൂനയൊന്നുമല്ല, വലിയ മൺകൂന നിങ്ങൾ കാണിക്കുന്ന കൂട്ടി വെച്ചിരുന്നതാ. 2, ഈ ഇവിടുത്തെ മണ്ണിന്റെ ഘടനയ്ക്ക് ഇത് പശ്ചിമ കൂടിയ, ഇവിടെ ചവിട്ടിയാൽ അറബിക്കടലിൽ ചെല്ലുന്ന മണ്ണായത്. അപ്പൊ അതുകൊണ്ട് യാതൊരു രീതിയിലും ഇതിന് ഒരു ഹോൾഡിംഗ് പവർ, ഒരുമിച്ച് നിൽക്കാനുള്ള ഇത് വളരെ കുറവാണ് ഇവിടുത്തെ മണ്ണിന്. വയനാട് മഴ ഫേമസ് ആ പണ്ട് മുതൽ, നൂൽമഴ എന്നാ പറയുക ഇവിടെ. അപ്പൊ അതുകൊണ്ട് യാതൊരു യുക്തിയും ആ പറയുന്നതിലില്ല. അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പിടിവള്ളി എന്നാണ് എന്റെ ചിന്ത. ഞാൻ പലരോടും സംസാരിച്ചതും ഞാൻ പഠിച്ചതും അടുത്ത് ഈ വയനാട് ഞാൻ പഠിച്ചതും വെച്ച് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അച്ഛൻ ഇത്രയും നാളും ഇവർ ഈ തുടങ്ങുന്ന കാലം മുതലേ അച്ഛൻ അതുവഴി പോകുന്നതായിരിക്കുമല്ലോ. അപ്പം അച്ഛൻ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഇവരുടെ വർക്ക് ഇവർ പഠിച്ച് കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ലീഡർഷിപ്പ് അട്രിബ്യൂട്ട് ചെയ്യുന്നത് ശ്രീധരൻ സാറിനാണ്. പക്ഷെ ചെയ്യുന്നത് വല്ല സബ്ലെറ്റിംഗ് കമ്പനീസ് ആണോ എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അറിവ്. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പം കപ്പിനും ലിപ്പിനും ഇടയ്ക്കെന്ന് പറയുന്ന പോലെ എവിടെയൊക്കെയോ കാര്യങ്ങളിൽ വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളത് പച്ച പരമാർത്ഥമാ. പിന്നെ സിദ്ദിഖ് സാറിനെയൊക്കെ ഞാൻ നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയുന്നത്, മന്ത്രി സിദ്ദിഖൊക്കെ ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയാ. അപ്പൊ അദ്ദേഹമൊക്കെ അങ്ങനെ പറയണമെങ്കിൽ അതിൽ വ്യക്തമായ കാരണമുണ്ടെന്നാണ് എന്റെ ഒരു മനസാക്ഷി. അത് ഇന്നും ഇന്നലെ അല്ല, ഞാൻ 90 മുതൽ വയനാടിനെ അറിയുന്നതാ. 90 മുതൽ. ഫാദർ, മറ്റൊരു കാര്യം, അതുവഴി എല്ലാം പോകുമ്പോ ഈ നാട്ടുകാരടക്കം ഇങ്ങനെ ഒരു അപകട ഭീതി ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇത്തരത്തിലൊരു അപകട ഭീതിയെ കുറിച്ച് എങ്ങനെ പറഞ്ഞിരുന്നോ? കാരണം അതിന്റെ 2 വർഷം മുന്നേ അതിന്റെ കുറച്ചപ്പുറത്താണല്ലോ ഈ വലിയ ദുരന്തം ഉണ്ടായത്. തീർച്ചയായിട്ടും അന്ന് 400 പേരോളമെന്ന് ഞാൻ പറയും. എന്റെ ഇടവകയിലെ അംഗങ്ങൾ അടക്കം അവർ മരിച്ചില്ല. ഉടുതുണിക്കും മറുതുണിയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടവർ. അവർക്ക് വേണ്ടി ഇപ്പൊ ഞങ്ങൾ ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഇതിലെ പോകുന്ന ആർക്കും മനസ്സിലാകും. ചെയ്യുന്നത് നമ്മളല്ലല്ലോ. ഇംപ്ലിമെന്റിങ് നമ്മൾ പലപ്പോഴും ഇതിന്റെ നോക്കുകുത്തികളോ വഴിപോക്കറായിട്ട് മാറുകയാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ പവർ ഉണ്ടെങ്കിലല്ലേ നമുക്കതിനെ അഫക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ആര് നടത്തും? നമ്മൾ കണ്ടുപോകും, പറയും എന്നുള്ളതല്ലാണ്ട് ഡയറക്റ്റ് ഇമ്പാക്ട് അതിനെങ്ങനെ വരുത്താനെന്നുള്ളതിന്റെ പരിമിതികളുണ്ട്. ഇപ്പോ പഞ്ചായത്തും പറയുന്നു ഞങ്ങള് പല പ്രാവശ്യം അവരോട് നിർദ്ദേശം കൊടുത്തു വന്നു, പക്ഷേ ഈ ദുരന്തം വന്നു കഴിഞ്ഞ് പിന്നെ നിർദ്ദേശം കൊടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ, ആ ദുരന്തത്തെ ഒഴിവാക്കുന്നതിലാണല്ലോ കാര്യം. അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ ചിലയിടത്തെങ്കിലും കേട്ടു. ആദ്യം ഇതിന്റെ ഓർഡറൊക്കെ നമ്മൾ ടി വിയിലും അവിടെ കണ്ടിരുന്നു, 40 ദിവസമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് എത്രമാത്രം ശക്തമായിട്ട് ഫോളോ അപ്പ് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തതയില്ല. ആ ഫോളോ അപ്പിൽ എവിടെയെങ്കിലും വീഴ്ച വന്നോ എന്ന്. കാരണം നിയമം നടത്തിക്കുമ്പോഴേ ഫോളോ അപ്പും പ്രധാനമാണല്ലോ. അതിനുള്ള സംവിധാനങ്ങൾ സ്റ്റേറ്റ് മെഷീനറിക്കോ ലോക്കൽ ബോഡീസിനോ ഉണ്ടല്ലോ. അത് എത്രമാത്രം നടന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, അറിയാത്തത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ലാഘവത്തോടെ യാതൊരു ശ്രദ്ധയുമില്ലാതെ നടത്തിയെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിന്റെ മുറ്റത്ത് ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരത്താണ്. ഇന്നലെയും കൂടി ഞാൻ അവിടെ പോയ ആളാണ്, ഇന്നലെ മിനിഞ്ഞാന്ന്. അവിടെ നാട്ടുകാര് ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ കാരണങ്ങളോ അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് അവര് അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പ്രോജക്റ്റ് വയനാടിന് ആവശ്യമാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അതുവഴി പാലിച്ച് സുതാര്യതയോടുകൂടി ചെയ്യുമ്പോൾ മാത്രം. അതുകൊണ്ടാവണം ജനങ്ങൾ ആ ഒരു നീഡിന്റെ പ്രസിംഗ് നീഡ്, ചികിത്സ വഴിയുടെ എളുപ്പമൊക്കെ വെച്ച്. പക്ഷെ അത് അങ്ങനെ ചെയ്യാനുള്ള മനസ്സാന്നിധ്യമോ തീർപ്പുകളോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഉത്തരവില്ല. അതുണ്ടെങ്കിൽ നടത്താൻ സാധിക്കുമെന്നാണ് ജനങ്ങളുടെ മനസ്സ്. ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ, കാരണം ഇങ്ങറ്റത്ത് കോഴിക്കോട് നിന്നൊക്കെ ഇത്ര ദൂരെയൊക്കെ ആകുമ്പോൾ പല രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒത്തിരി വെല്ലുവിളികളുണ്ട്. അതാണ് ഈ പദ്ധതിയുടെ സാങ്കത്യം. അപ്പൊ ജനങ്ങളും ആ ഒരു മനസ്സാണുള്ളത്. നടന്നോട്ടെ, നടക്കട്ടെ എന്നുള്ള ടോളറൻസ് അവർ കാണിക്കുന്നത്. പക്ഷെ ഇംപ്ലിമെന്റേഷനിൽ എവിടെയോ പാളി. അതും ഈ മഴയത്ത് പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വലിയ അടമഴ പെയ്യുമ്പോൾ റെഡ് അലർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പണിയെടുക്കണമെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ല, അത് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്. കാരണം അത്ര മഴയത്ത് ഈ തൊഴിലാളികൾ അവിടെ വന്ന് നിന്ന് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ടല്ലേ? എന്നുവെച്ചാൽ കമ്പനിക്ക് പോലും ഇത് ഒരു തരത്തിലും ഇങ്ങനെ ഒരു സാധനം വരുന്നതിനെ കുറിച്ചുള്ള ബോധ്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അതായത് ഞാനിതിന്റെ ഒരു എഞ്ചിനീയർ ആരാണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഇത് കേട്ടു. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ആരെയും പോയിന്റ് ചെയ്ത് പറയാം, പക്ഷെ ഞാൻ കേട്ടതാ ഞാൻ പറഞ്ഞത്, ഇത് ഏത് സമയത്തും മഴയത്തും വെയിലത്തും, മഴയത്ത് പാടില്ല, മഴയത്തും വെയിലത്തും 24/7 ഞങ്ങൾ പണിയെടുത്ത് നേരത്തെ തീർക്കുമെന്ന്. അത് ലോക്കൽ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. കാരണം ആ തൊഴിലാളികൾ അത്രയും പേര് ഇതിൽ പെട്ടുവെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അത്രയും വലിയ തൊഴിലാളികൾ പെട്ടുവെന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ ഇവിടുത്തെ മഴയെക്കുറിച്ചോ ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒരറിവും ഇല്ലാത്തത് കൊണ്ടായിരിക്കണമല്ലോ അവരന്നും അത്രയും തീവ്രമായ മഴ പെയ്തിട്ടും അവിടെ കൊണ്ടുപോയിട്ട് തൊഴിലാളികളെ ഇറക്കുകയും ഈ ദുരന്തം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഇന്റർവ്യൂ പറഞ്ഞത് 24/7 മഴയത്തും വെയിലത്തും. വെയിലത്ത് യെസ്, ബട്ട് മഴയത്ത് നോ. അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഴയത്ത്. അതതിന്റെ ഉത്തരം. അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റുഡ്. അതിനെക്കുറിച്ച് പഠനമോ ഇനി പഠനം അറിയാമെങ്കിൽ അതറിയാതെ മട്ടില് വീണ്ടും തുടർന്നു. വളരെ നന്ദി ഫാദർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി ഫാദർ. ഡോക്ടർ സണ്ണി അബ്രഹാം പടിഞ്ഞാറേടം ഫാദറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. വളരെ നന്ദി ഫാദർ.